പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LSSന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് യൂണിറ്റ് 1 ദ സീഡ് ഓഫ് ട്രൂത്ത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റീഅറേഞ്ച് വേർഡ്സ് ആൻഡ് മേക്ക് എ മീനിങ് ഫുൾ സെൻറ്റൻസ്. കുറച്ച് വാക്കുകൾ ഡിസോർഡർ ആയിട്ട് നൽകും. അത് എന്ത് ചെയ്യണം? മീനിങ് ഉള്ളൊരു സെൻറ്റൻസ് ആക്കി മാറ്റണം. കിങ് വിദ്യാധര ഓഫ് വാസ് ഗന്ധാര ദ. എങ്ങനെ എഴുതാ? വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗന്ധാര. ഗാർഡനിങ് വാസ് ഓഫ് ഫോണ്ട് ദ കിങ്. എങ്ങനെ എഴുതാ? ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. രാജാവിന് പൂന്തോട്ട പരിപാലനം ഇഷ്ടമായിരുന്നു. തന്നിട്ടുള്ള വാക്കുകൾ കിങ്, ഓഫ്, ടു, സക്സസർ, ഫൈൻഡ്, എ, ദ, ആൻ ഐഡിയ, തോട്ട്, ഓഫ്. ഇതിൻ്റെ ആൻസർ ടു ഫൈൻഡ് എ സക്സസർ ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ. ആൻസർ വായിക്കാം അല്ലേ? ദ കിങ് ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗിവ് എ പ്രൊക്ലമേഷൻ. രാജാവ് മന്ത്രിയോട് വിളംബരം ചെയ്യാൻ ആജ്ഞാപിച്ചു. പിംഗല വാട്ടേർഡ് ആൻഡ് മാനുവേർഡ് ദ സീഡ്. പിംഗല വിത്തിന് വെള്ളവും വളമൊക്കെ നൽകി. ചിൽഡ്രൻ ഗ്യാതേർഡ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ പാലസ്. ഗ്യാതേർഡ് ഒരുമിച്ച് കൂടി, കോർട്ട്യാർഡ് മുറ്റം, പാലസിൻ്റെ മുറ്റത്ത് കുട്ടികൾ ഒരുമിച്ച് കൂടി. ദ കിങ് അറൈവ്ഡ് ലുക്ക്ഡ് അറ്റ് ദ പ്ലാൻസ്. അറൈവ്ഡ് എത്തിച്ചേരുക. രാജാവ് വന്നിട്ട് എന്ത് ചെയ്തു? എത്തിച്ചേർന്നിട്ട് പ്ലാൻസുകളൊക്കെ ഒന്ന് നോക്കി. ഇവിടെ ഒന്നും ഡിസോർഡർ ആയിട്ട് തന്നിട്ടുള്ള വാക്കുകൾ വായിച്ചിട്ടില്ല, അത് മക്കൾ വായിച്ചെടുക്കണം കേട്ടോ. ഇവിടെ നൽകിയിട്ടുള്ള സെൻറ്റൻസ് എന്താണ്? ഐ ആം ഷുവർ വൺ ഡേ ഹി വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റിലി. കിങ്ഡം രാജ്യം, റൂൾ നിയമം, ജസ്റ്റിലി നീതിപൂർവം. രാജാവ് പറയാണ് ഐ ആം ഷുവർ വൺ ഡേ, എനിക്കുറപ്പുണ്ട് ഒരു ദിവസം ഇവൻ നീതിപൂർവമായി രാജ്യം ഭരിക്കും. മക്കളെ, നമ്മുടെ ചാനലിൽ LSSൻ്റെ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണേ. നെക്സ്റ്റ് റീഡിൽ നോക്കാം. ഐ ആം എ 5 letter വേർഡ്. ദ കിങ് പുട്ട് മീ ഓൺ ഹിസ് ഹെഡ്. ഐ സ്റ്റാർട്ട് വിത്ത് സി. ഹൂ ഐ ആം? ആൻസർ ക്രൗൺ. ക്രൗൺ എന്നാൽ കിരീടം. ഐ ലൈവ് ഇൻ എ പാലസ്. ഐ ഹാവ് എ ക്രൗൺ. ഐ ആം ദ റൂളർ ഓഫ് കിങ്ഡം. ഐ ഹാവ് 4 letters. ഹൂ ഐ ആം? ഇത് സിമ്പിളല്ലേ? ആൻസർ കിങ്. ഓപ്പോസിറ്റ് വേർഡ്സ്: ഹാപ്പി, അൺഹാപ്പി, ഓൾഡ്, ന്യൂ, ഔട്ട്സൈഡ്, ഇൻസൈഡ്, പുവർ, റിച്ച്. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാമല്ലോ അല്ലേ? ബിഗ്ഗസ്റ്റ്, സ്മാളസ്റ്റ്, നിയർ, ഫാർ. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. ട്രൂത്ത്, ഫാൾസ്ലി, ഹെൽത്തി, അൺഹെൽത്തി, അപ്പിയേർഡ്, ഡിസപ്പിയേർഡ്. ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ: വിദ്യാധര വാസ് എ ജസ്റ്റ് ആൻഡ് ഡേഷ് കിങ്. ആൻസർ എന്താണ്? വൈസ്. വിദ്യാധര ജസ്റ്റ് പറഞ്ഞാൽ നീതിബോധം, വൈസ് അറിവുള്ള രാജാവായിരുന്നു. ദ കിങ് വിദ്യാധര സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഫോർ ഡേഷ് ഹിസ് ഗാർഡൻ. സ്പെൻഡ് ചിലവഴിക്കുക. അപ്പോൾ രാജാവ് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം പൂന്തോട്ടത്തിൽ ചിലവഴിച്ചത്? ടെൻഡിങ്, പരിപാലിക്കാൻ അല്ലേ? പൂന്തോട്ട പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ചിലവഴിച്ചത്. മക്കൾ ഇംഗ്ലീഷിന് എന്ത് ചെയ്യണമെന്നറിയോ? പാഠഭാഗങ്ങൾ നന്നായിട്ട് അർത്ഥത്തോടെ വായിക്കാൻ പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇതിന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ബുക്കിൽ നിന്നേ ചോദ്യങ്ങൾ വരുള്ളൂ. 10 മാർക്കാണ് ഇംഗ്ലീഷിന്. അർത്ഥത്തോടെ വായിക്കാൻ പഠിച്ചാൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ കഴിയും. മൂന്നാമത്തെ ക്വസ്റ്റ്യന്: പ്ലാന്റ്സ് കം ഔട്ട് ഫ്രം ദ ഡാഷ്. ചെടികൾ വരുന്നത് ഏതിൽ നിന്നാണ്? അതായത് ചെടികൾ ഉണ്ടാവുന്നത് ഏതിൽ നിന്നാണ്? ആൻസർ സീഡ്. ദ കിങ് ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗിവ് എ ഡാഷ്. രാജാവ് എന്താണ് മിനിസ്റ്ററോട് ആജ്ഞാപിച്ചത്? ഓർഡേർഡ് ആജ്ഞാപിക്കുക. എന്താണ്? പ്രൊക്ലമേഷൻ. ആൻസർ പ്രൊക്ലമേഷൻ. പിംഗല ടുക്ക് ഗ്രേറ്റ് ഡാഷ് ഓഫ് ദ സീഡ്. ആൻസർ കെയർ. കെയർ എന്നാൽ സംരക്ഷണം. പിംഗല നല്ല സംരക്ഷണം കൊടുത്തു അല്ലേ വിത്തിന്? എന്നിട്ട് എന്ത് ചെയ്തില്ല? വിത്ത് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. വിത്ത് മുളച്ചില്ല. They all held dash plants.
അവരുടെ അടുത്ത് എങ്ങനെയുള്ള ചെടികളായിരുന്നു? അതായത് മറ്റു കുട്ടികളടുത്ത് വെൽ ഗ്രോൺ പ്ലാന്റ്സ് അല്ലേ, നന്നായി വളർന്ന ചെടികളായിരുന്നു വെൽ ഗ്രോൺ പ്ലാന്റ്സ്. പിങ്കല സ്റ്റുഡ് വാച്ചിങ് ദം ഡാഷ്. പിങ്കല അവർ പോണത് എങ്ങനെ നിരീക്ഷിച്ചത്? സാഡിലി, ദുഃഖത്തോടെ അല്ലേ, ദുഃഖത്തോടെ നോക്കി നിന്നു. ഐ ഗാവ് ദ ബെസ്റ്റ് സോയിൽ ആൻഡ് മാനുവർ ടു ഇറ്റ് ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് ഗ്രോ. ഹൂ സെഡ് ദിസ്? നല്ല സോയിൽ, നല്ല മണ്ണ് നൽകി, വളമ നൽകി, നല്ല വെള്ളം നൽകി, എന്നിട്ടും എൻ്റെ വിത്ത് മുളച്ചില്ല. ആരാണിത് പറഞ്ഞത്? പിങ്കല. എ സ്മൈൽ അപ്പിയേർഡ് ഓൺ ഹൂസ് ഫേസ്. ആരുടെ മുഖത്താണ് ചിരി പ്രത്യക്ഷപ്പെട്ടത്? കിങ് വിദ്യാധര, രാജാവിൻ്റെ മുഖത്ത് അല്ലേ. ദ കിങ് ഡാഷ് പിങ്കല ആൻഡ് അനൗൺസ്ഡ് ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്. ആൻസർ ഹഗ്ഡ്. രാജാവ് ഹഗ്ഡ് ചെയ്തിട്ടാണ് അനൗൺസ് ചെയ്തത്, ഇവനാണ് നമ്മുടെ രാജാകുമാരൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, മേക്ക് മീനിങ് വേർഡ്സ് ഫ്രം ദ ഗിവൺ ലെറ്റേഴ്സ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ഷരങ്ങളൊക്കെ ഡിസോർഡർ ആയിട്ട് ഒരു വാക്ക് തരും, അത് നമ്മൾ ഒരു മീനിങ് ആയിട്ടൊരു വാക്ക്, അർത്ഥമുള്ളൊരു വാക്ക് ഉണ്ടാക്കണം. ഫസ്റ്റ് നൽകിയിട്ടുള്ളത് പ്രൊക്ലമേഷൻ്റെ അക്ഷരങ്ങൾ ഡിസോർഡർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓർഡറിൽ എഴുതിയാൽ പ്രൊക്ലമേഷൻ എന്ന് കിട്ടും. അടുത്തത് MKIGNOD, അത് കിങ്ഡം. നെക്സ്റ്റ് PINREC, പ്രിൻസ്. അടുത്തത് IGNDRENAG, അത് ഗാർഡൻ. അടുത്തത് കോട്രിയാഡിൻ്റെ അക്ഷരങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആ പാഠഭാഗത്തിൻ്റെ അർത്ഥങ്ങൾ, മീനിങ്ങൾ പഠിക്കണം. ആ മീനിങ്ങിൻ്റെ ഒപ്പം നമ്മൾ സ്പെല്ലിങ് പഠിക്കുമല്ലോ, അപ്പോൾ നമുക്ക് വേഗം എഴുതാൻ കഴിയും. ഡിസോർഡറായി തന്നിട്ടുള്ളത് വേഗം എഴുതാൻ കഴിയും. അതിനകത്ത് സക്സസർ, ട്രാൻസ്ഫേർഡ്, മാനുവേഡ്, സ്പ്രൗട്ട്, ഇതൊക്കെ തന്നെയാണ് വെൽ ഗ്രോൺ പ്ലാന്റ്സ്. ഇതൊക്കെ തന്നെയാണ് തിരിച്ച് ഡിസോർഡറായിട്ട് തരിക. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ്, റോസ്റ്റഡ്, മാനുവേഡ്, ഹോണസ്റ്റ്. ഇനി റൈമിംഗ് വേർഡ്സ് നോക്കാം. ബുക്കിൻ്റെ റൈമിംഗ് വേർഡ്സ് കുക്ക്, ലുക്ക്, ഹുക്ക്. അടുത്തത് റീഡ്. റീഡിൻ്റെത് സീഡ്, ലീഡ്, ബീഡ്. സണ്ണ്, ഫൺ, റൺ, ഗൺ. സ്കൈ, ഫ്ലൈ, ക്രൈ, ഫ്രൈ. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ കൾട്ടിവേഷൻ? ഇതും അതുപോലെ ഡിസോർഡർ ആയിട്ട് കൊടുക്കും. ഫസ്റ്റ് എന്താ വേണ്ടത്? കുഴി കുഴിക്കുകയാണ് അല്ലേ. ഫസ്റ്റ് ഡിഗ്ഗിങ്, കുഴി കുഴിക്കുക. അടുത്തത് സോവിങ്, സോവിങ് വിതയ്ക്കുക. പ്ലാന്റിങ്, നടുക. വാട്ടറിങ്, മാനുവറിങ്, ലാസ്റ്റ് റീപ്പിങ്, വിളവെടുക്കുക, അതായത് കൊയ്യുക. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി ഈ പാഠഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത് നോട്ടീസ്, കോൺവെർസേഷന്, തോട്ട്സ്, ഇവയൊക്കെയാണ്. അത് അടുത്ത വീഡിയോയിൽ നിൽക്കാം കേട്ടോ. മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.